ഇന്ന് മത്തങ്ങക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മത്തങ്ങ എടുത്ത് കുക്കറിലിട്ടു. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സവോള, ഒരു ചെറിയ സവോള ഇടാം, അല്ലെങ്കിൽ 2-3 ഉള്ളി ഇടാം. പച്ചമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 പച്ചമുളക് നമുക്ക് ഇതിലേക്ക് കീറിയിടാം. കൂടെ എന്നൊക്കെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കുക്കറിലിടുമ്പോൾ ഇടാം. ഞാനിപ്പോൾ ഇത് ഒരു 5 വിസിൽ കുക്കറിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കാന്താരിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഞെങ്ങ് കൊള്ളുന്നതാണ്. ഇനി അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ എടുത്തു. തേങ്ങ ഇത്ര എടുത്തു. അതിൻ്റെ കൂടെ ജീരകം ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കാന്താരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് വേവിക്കുമ്പോൾ പച്ചമുളക് എടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോഴാണ് പച്ചമുളക് എടുക്കുന്നതെങ്കിൽ അതിനൊരു പച്ചച്ചവ ഉണ്ടാകും. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തു. വേണമെങ്കിൽ നമുക്കൊരു 2-3 ചെറിയ ഉള്ളി എടുക്കാം. അതിന് പകരം ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ, ഇല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയാൽ. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഒന്ന് അരച്ചിട്ട് നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കുക. ഇപ്പോൾ ഒരു തരി പോലും ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ അത് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഉടച്ചു, എന്നിട്ട് അരപ്പ് ചേർത്തു, പാകത്തിന് വെള്ളം ചേർത്തു. ഒത്തിരി വെള്ളം വേണ്ട, ആവശ്യത്തിന് വെള്ളം ചേർത്തു. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ടു. അപ്പോൾ എല്ലാം നോക്കി ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഇതൊന്ന് വെച്ചു. ഇപ്പോൾ താളിക്കാൻ വേണ്ടി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു 2 മുളക് എടുത്തു. പിന്നെ കറിവേപ്പില, സവോള, ചെറിയുള്ളി എടുത്താലും മതി. ഇപ്പോൾ ഇവിടെ ചെറിയൊരു സവോള എടുത്തു. ഇനി നമുക്കിത് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ കൂട്ട് അതിലേക്ക് ഇടാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മത്തങ്ങയിലോട്ട് ഇത് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ അത് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് ചേർത്തു. നമ്മളിത് തിളയ്ക്കാൻ തുടങ്ങുന്ന ആ സമയത്തേക്ക് ഇത് ഓഫ് ആക്കിയായിരുന്നു. താളിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.